കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികൾക്ക് സ്വീകരണം കൊടുക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് CPIM മാടായി ഏരിയ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. സജോ ദേവസ്യവുമായി. സജോ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അവർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനമാണെങ്കിൽ എന്താണ്, ജീവൻ രക്ഷ നടത്തിയവർക്ക് സ്വീകരണം കൊടുക്കുന്നതിൽ പിഴവുമില്ല. സജോ. ഹാഷ്മി, രക്ഷാപ്രവർത്തകരെന്ന് ആദ്യം ഇവരെ വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ നവകേരള സദസ്സിൻ്റെ പരിപാടി കഴിഞ്ഞ് മടങ്ങവേ നവകേരള ബസ്സിന് നേരെ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും യാത്ര ചെയ്ത ബസ്സിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. അതിന് പിന്നാലെ അതിക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു. അവരെയാണ് പിന്നീട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകരെന്ന് വിളിച്ചത്. ഏതായാലും അത് പാർട്ടി കൂടി ഏറ്റെടുക്കുന്നു. പിന്നാലെ തന്നെ ഇവർ അറസ്റ്റിലായിരുന്നു. അതിൽ അറസ്റ്റിലായ 4 പേരാണ് ജയിൽ മോചിതരായ P. ജിതിൻ, K. റമീസ്, GK അനുവിന്ദ്, അമൽ ബാബു. 4 പേർ ഇന്നലെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇന്നലെ വൈകിട്ട് മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഇവർക്ക് ഒരുക്കിയത്. രക്തഹാരമൊക്കെ അണിയിച്ച് സ്വീകരിച്ചു. M. വിജിൻ MLA, കല്യാശ്ശേരി MLA സ്ഥലത്തുണ്ടായിരുന്നു, സ്വീകരണം നൽകാൻ വന്നു. മാടായി ഏരിയ സെക്രട്ടറി, അങ്ങനെ പ്രധാനപ്പെട്ട CPIMൻ്റെ പ്രാദേശിക നേതാക്കൾ, MLA ഒക്കെ അടക്കം ആണ് ഈ പ്രതികളെ സ്വീകരിച്ച് ആനയിച്ചത്. വലിയ പ്രകടനമൊക്കെ അവർ നഗരത്തിൽ നടത്തുകയും ചെയ്തു. ഈ കേസിൽ, അതായത് ഇനിയും ഈ കേസിൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. മറ്റ് പലരും പിടികൂടി. സംഘം ചേർന്ന് അതിക്രൂരമായ മർദ്ദനം, ആദ്യത്തെ ഏറ്റവും ക്രൂരമായ മർദ്ദനമാണ്. അവരെയാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെ അവിടം കൊണ്ടും തീരാതെ ജയിൽ മോചിതരായവർക്ക് വലിയ സ്വീകരണ പരിപാടിയൊക്കെ ഒരുക്കുന്ന കാഴ്ചയും കണ്ടു. അതായത് മൊത്തത്തിൽ ആളുകളെ ഏതെല്ലാം നിലയ്ക്ക് ഈ വിഷയത്തെ CPM കാണുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് പരിഹസിക്കുന്നു എന്ന് തന്നെ പറഞ്ഞാലും തെറ്റാവില്ല. കാരണം ആ യൂത്ത് കോൺഗ്രസ്, ഇതിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, സുധീഷ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിന്നീട് വലിയ തോതിൽ ഇപ്പോഴും വിശ്രമത്തിലാണ്. ക്രൂരമായ അതിക്രമം തന്നെയാണ് അന്ന് അഴിച്ചുവിട്ടത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ മിക്കവാറും ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. അതിക്രൂരമായ അതിക്രമമാണ് അഴിച്ചുവിട്ടത്. അതിന് പിന്നാലെയാണ് ഈ കേസിൽ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിൽ വീഴ്ചയുണ്ടായി എന്നൊക്കെ ഉള്ള പ്രതിഷേധം കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസവും പഴയങ്ങാടി സ്റ്റേഷനിൽ അതിൻ്റെ ഭാഗമായ പ്രതിഷേധമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ കീഴടങ്ങിയ പ്രതികൾക്കാണ് പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. അത് കിട്ടിയതിന് പിന്നാലെ ഇവർ പുറത്തിറങ്ങുന്നു. പിന്നീട് CPM ഏരിയ കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത്, സാധാരണഗതിയിൽ അവർ DYFI പ്രവർത്തകരാണ്, DYFI ഒരു സ്വീകരണ പരിപാടിയൊക്കെ നടത്തുന്നു അതിൽ നിന്ന് കവിഞ്ഞ് ഏരിയ കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത് ഒരു പ്രത്യേക വിപുലമായൊരു സ്വീകരണ പരിപാടി നടത്തുന്നു. അതിൽ MLA തന്നെ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ആ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നു. ഏരിയ കമ്മിറ്റിയിലെ പ്രധാന നേതാക്കൾ, ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രധാന നേതാക്കൾ എല്ലാവരും വലിയ ഗംഭീര പരിപാടിയാക്കി പാർട്ടി എന്ന് പറഞ്ഞാൽ. ചെടിച്ചട്ടി കൊണ്ടും അതൊക്കെ ആ വിഷയം കണ്ടവർക്കറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം കൂടി കുറച്ച് ആൾക്കാരെ മർദ്ദിക്കില്ലേ, ആ മോഡൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കാണ് പാർട്ടി വക വളരെ ഗംഭീര സ്വീകരണം. നല്ലത്, നടക്കട്ടെ.